ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യാൻ വന്നുകൊണ്ട് തന്നെ മൂന്നാമത്തെ ദിവസം വേറെ തട്ടുകട കേട്ടങ്ങനെ ഓരോ ദിവസം ഓരോരോ സ്ഥലത്താണ്. ഇന്ന് ട്രൈ ചെയ്യുന്ന പൊറാട്ട കേട്ടോ. പൊറാട്ടയും നാടൻ ചിക്കൻ കറി പറഞ്ഞേ, തലശ്ശേരി ചിക്കൻ കറി ബാംഗ്ലൂരിൽ നിന്ന് കഴിക്കണ ഞങ്ങൾ. സെക്കൻഡ് അങ്ങനെ രണ്ടാമട്ടം BSNL ഓഫീസിൽ എത്തിട്ടോ. ഞങ്ങളിപ്പോൾ റെഡി ആയാൽ മതി, ഇല്ലെങ്കിൽ പണി പോകാം. സംഭവം ഒരു വലിപ്പിച്ചാലോ കേട്ടോ. സംഭവം നെറ്റ്വർക്ക് ജാമനാണ് അല്ലേ. അവിടെ അത് പെട്ടെന്ന് കിട്ടി. ഇപ്പോൾ ഒന്നിട്ട് പത്രമായി 5 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് സിം കിട്ടി. ഒന്നുമില്ല. ഒന്നാമെന്ന് വെച്ചാൽ നമ്മളെ സിമ്മ് കേരള സിമ്മാണ്. അപ്പോൾ അത് ആദ്യം കർണാടകത്തേക്ക് പോർട്ട് ചെയ്യണം. എന്നിട്ട് അത് നമ്മളെന്താണ് പോസ്റ്റ് പെയ്ഡ്ക്ക് പോർട്ട് ചെയ്യണം. അപ്പോൾ അതിനെന്ത് ചെയ്താണ് അത് ചാർജ് ചെയ്ത് ടോട്ടൽ 600 ടോട്ടൽ ചാർജ് ആയിട്ടോ. കാരണം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടക്കം പിന്നെ ഇവിടെ ബാക്കി ഇതിൻ്റെ എന്തോ ചാർജാണ്. അങ്ങനെ ആ പൈസ ഇനി 4 ദിവസം കൊണ്ട് നമ്മളെ മറ്റേ ഫോണിൽ നെറ്റ്വർക്ക് കട്ടാവും. അപ്പോൾ ഈ സിം ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവും. പിന്നെ മന്ത്ലി പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഓക്കെ. ഇല്ല ഡീജയിലേക്ക് ചോദിച്ചാൽ വണ്ടി ഉണ്ട്. ഇത്ര നേരെ പൊട്ടനോടെ കണ്ടു അപ്പൊ പുതിയ ആ പൊട്ടന അപ്പൊ തന്നെ വേറെ കിക്കർ അടിച്ചാൽ മതി. തള്ളണ ബാധിക്കണത് ഇത്ര നേരം ഇവിടെ കൊണ്ട് ഉപകാരമാണ്. ഒരു ഓർഡർക്കാരെ കാക്കാൻ ഓർഡർ ലൈറ്റിട്ട് ഓർഡറിൽ കാക്കാണ്. ഇന്നോവേഷൻ കേട്ടോ. നിങ്ങൾ സിഗ്നലിൽ ഇങ്ങനെ വെറുതെ 5 മിനിറ്റ് നിൽക്കുമ്പോൾ ഒരു 5 മിനിറ്റ് നല്ല പരസ്യം TV ഒക്കെ ഉണ്ടെങ്കിൽ കിട്ടുക. സസ്പെൻഷൻ അതിന് കുഴപ്പമില്ല. അത് അടിപൊളിയില്ല ഗായ്സ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് എന്താ വെച്ചാൽ ചെറിയ കുറച്ച് റീൽസ് ഷൂട്ട് കാര്യങ്ങളുണ്ട്. 50 ഗിവ് ഒക്കെ വോയിസിന്റെ പേജിൽ കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്തോളി. ഫ്ലൈ ഗിയർ ഇൻസ്റ്റാ പേജിൽ. BSNL പരിപാടി കഴിഞ്ഞ് റൂമൊക്കെ അപ്പോൾ ഈ ബൈക്ക് എടുത്തിട്ട് പോകുന്നു. വമ്പം വരെ കേട്ടോ. മാസ എൻട്രികളാണ് പ്ലാനിങ്. ലൊക്കേഷൻ സെർച്ച് ചെയ്ത് കൊടുക്കണേ. നല്ല ലൊക്കേഷൻ കിട്ടിയാൽ അവിടുന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ പോയേക്കട്ടെ. ലൊക്കേഷൻ അവിടുന്ന് ഷൂട്ട് ഓൺ ഗോയിങ് ആണ്. അറിയാലോ ഷൂട്ടാകുമ്പോൾ അതിൻ്റെതായ ടൈം എടുക്കും. വണ്ടിയൊക്കെ സെറ്റാക്കി ഫ്രെയിമൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ശരിയാവും. വീഡിയോ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ട്. കാണാനത്ര ആൾക്കാർ അവിടെ കഥ ഫുള്ളൊക്കെ ആണികളെത്തിയിട്ടുണ്ട് കാണാൻ ഷൂട്ടിങ്. ഇവിടെ ഒരാൾ സംഭവം നല്ല സൈറ്റാട്ടോ. ഇവിടുത്തെ ഫുള്ള് മരങ്ങൾ നല്ല രസമാണ് കാണാൻ. കായ്സിൻ്റെ ഷൂട്ട് കഴിഞ്ഞു ആണ് വരുന്നത്. ഇനി നമ്മളെ ഷൂട്ടാണ് കായ്സ്. ഇനി അവിടെ ചെറിയൊരു വീഡിയോ ഷൂട്ട് ചെയ്യാം. നമ്മളെ ഇൻ്റർകോമിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ടക്ക് ചാനൽ ഇടാം. അതുകൂടി ഷൂട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേറെ ലൊക്കേഷൻ നടക്കുന്നത് അതിനകത്ത് വീഡിയോ എടുപ്പാട്ടോ. വോയിസിൻ്റെ കഴിഞ്ഞാണ്ട് ഇതിൻ്റെ ഇൻ്റർകോമിൻ്റെ അൺബോക്സിങ് ആണ്. ക്യാമറ ഒക്കെ ചെയ്യണമൊക്കെ സ്റ്റേബിൾ ഇതാണ് ഫ്രെയിം വരിക. വീഡിയോ എടുക്കണോ മുമ്പൊരു പെപ്സി. അപ്പോൾ ഈ കടയിൽ നമ്മളെ റൂമിന് തൊട്ടടുത്തുള്ള കടയാണ്. അവിടെ കടയത്തെ മോലാലിനെ വിളിച്ച് പെർമിഷൻ വാങ്ങി. മൂപ്പര് വീഡിയോ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞേ. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ എടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ട്രാവലിങ്ങിനായിട്ട് ഉപയോഗിച്ച 2 ഹെൽമെറ്റ് ഉണ്ട്. ഫായ്സിൻ്റെ എൻ്റെ രണ്ടുപേരും ഓരോരോ പീസ്. എന്ത് ഇവന്റെ ബർത്ത്ഡേ 25th നാളെ പോകുന്നല്ലേ. അപ്പൊ ടീനു പിസ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ബർത്ത്ഡേ ദിവസം മാറ്റി കിടന്നേക്ക്. നിനക്കല്ലേ ഹാപ്പി ബർത്ത്ഡേ ടു യു ഇൻ അഡ്വാൻസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ വൈസി. അങ്ങനെ 2 ദിവസം മുമ്പ് ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞങ്ങളും നാളെ പോകും. അവനും നാളെ പോകും. നാളെ പോകണ്ട. നമ്മളെ വലിക്കുന്നു. ട്രാവൽ വിത്തൗട്ട് ഡെസ്റ്റിനേഷൻ അല്ല, വിത്ത് ഡെസ്റ്റിനേഷൻ ഡേറ്റ് ഒന്നും ഇല്ലല്ലോ. അതെ അതെ. നിങ്ങൾ പോകണ്ട. എന്താ അറിയോ, നാളെ ഞാൻ ഡൗൺ ആവും അവൻ പോയാല്. അതൊന്നും ഞങ്ങൾ അപ്പാക്കും. നിങ്ങൾ വൈത്താലോ. അങ്ങനെ വന്ന് ഡ്രസ്സ് എടുക്കാണ്ടോ. വിശാല് മെഗാ മാർട്ടിലുണ്ടോ. നമ്മൾ പോയി നോക്കാം. കുറച്ച് ടീഷർട്ടും സാധനങ്ങളൊക്കെ എടുക്കാണ്ട്. മാളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇതാ കുറച്ച് ഷർട്ട് എടുത്തിട്ടുണ്ട്. ട്രൈ ചെയ്തോട്ടോ. കാരണം എൻ്റെ അടുത്ത് ടീഷർട്ടൊക്കെ കുറവാണ്. അത് പോകുന്നപ്പോൾ തന്നെ പൈസ പറഞ്ഞു ഇവിടെ അത്യാവശ്യം റേറ്റ് കുറവിൽ കിട്ടുന്നു. നാട്ടിൽ നിന്ന് വലിയ ഷർട്ടൊന്നും എടുത്തില്ല. പിന്നെ ജാക്കറ്റിൻ്റെ ഉള്ളിൽ ഇടാനാണ് അതിനുള്ള കണ്ടാണ് ടീഷർട്ട് എടുക്കുന്നത്. ടീഷർട്ടിനൊക്കെ നല്ല റേറ്റ് കുറവാട്ടോ. ജസ്റ്റ് ഇത്ര 99 റുപ്യക്കാണ് ഈ ടീഷർട്ടൊക്കെ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഫുൾ കൈ ആകുമ്പോൾ ഇത്ര 150 റുപ്യ.
ഇത് 129 റുപ്യ. അങ്ങനെ പല പല റേറ്റ് ആട്ടോ, ചെറിയ റേറ്റ് ഉള്ളൂ. വാങ്ങിട്ടോ ട്രൗസറിന് വരുന്നത് 399 റുപ്യക്ക് 2 കിട്ടും. അതായത് ബൈ 1 get 1 കൊടുക്കുന്ന ട്രൗസർ. പായസിൻ്റെ ഫ്രണ്ട്സ് അതിൻ്റെ അടി വന്നിട്ടുണ്ട് അവിടെ. മീറ്റർ വർത്താനം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പുറത്തെത്തി. നേരെ നമുക്ക് പോകണം. മനാഫ് ഖാൻ്റെ കുട്ടിൻ്റെ ബർത്ത്ഡേ പരിപാടി ഉണ്ടാവും. ബർത്ത്ഡേ 2 ദിവസം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ചെറിയ ഫംഗ്ഷൻ മുപ്പിൽ സർപ്രൈസ് ഉണ്ടാക്കി. അത്ര വലിയ വിഷയങ്ങളില്ല. അവിടെ നേരെ ഒന്ന് ഇങ്ങോട്ട് കേട്ടോ, പിയോ കഫേ. ഇവിടെയാണ് നമ്മളെ സർപ്രൈസ് പരിപാടി ഉള്ളത്. സംഭവം നല്ല ആംബിയൻസ് ഉള്ളത്. ഇവിടെ ഉണ്ട്. മനാഫ്ക ഉള്ളിൽ എത്തിയിട്ടുണ്ട്. ഇതാ ഇവിടെ എവിടെ സാറേ എന്തല്ല ചേർന്നേ, നിങ്ങളിവിടെ സെറ്റായില്ലേ? നിങ്ങൾ എവിടെ എത്ര നേരം കാത്തു? നിങ്ങൾ കാത്തു നിന്നിരുന്നെങ്കിൽ ഞങ്ങൾ വടിയാണ്. സോറി കേട്ടോ. ബർത്ത്ഡേ കുട്ടിൻ്റെ ബർത്ത്ഡേ പരിപാടി എവിടെ നടക്കണേ? സർപ്രൈസ് ബർത്ത്ഡേ. പക്ഷെ അമ്മക്ക് സർപ്രൈസ് ആയതിപ്പോ ലാസ്റ്റ് നമ്മൾ നേരം നോക്കി. നല്ല ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുന്നതിന് മുമ്പല്ലേ നീ വീഡിയോ എടുക്കണ്ടേ? എല്ലാം കഴിഞ്ഞതിന്റെ വീഡിയോ എടുത്തിട്ട് എന്ത് ചെയ്യാനാ? ചില സമയങ്ങളിൽ നമ്മൾ സർപ്രൈസ് ആയിട്ട് വരുമ്പോൾ സർപ്രൈസുകൾ പൊളിയും. പറഞ്ഞ മതി. ശരിക്കുള്ള സർപ്രൈസ് ആയിട്ട് വരുന്നേ. ഹാപ്പി ബർത്ത്ഡേ. നെട്ടിയാ നെട്ടിയാ, ഇതാണ് ശരിക്കും ബർത്ത്ഡേ കേക്ക്. ഞാൻ അന്തം വിട്ടിക്കണ എന്താ കാട്ടിന് വരാതെ ചൈനക്കോലിട്ട് കുത്തലട്ടോ പരിചയം. എന്ത് തോന്നുന്നു? എന്താ എഴുതിക്കണ? 10 years of love. Happy birthday Faizi to you. Happy birthday to you. Happy birthday dear Faizi. Happy birthday to you. ബർത്ത്ഡേ സ്പെഷ്യൽ കേക്ക്. ബർത്ത്ഡേ പരിപാടി കഴിഞ്ഞ് റൂമൊക്കെ എത്തിയപ്പോൾ സാധനം കിട്ടിട്ടോ. ഇതെന്താ അറിയോ, നാളെ നമ്മളെ ആഫീസ് കൊടുത്തു വെച്ചില്ലേ നമ്മളെ ഇൻഡിക്കേറ്റർ, അതാണ്. ഇതിനു വേണ്ടിയാണ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ BSNL ചെറിയൊരു പ്രശ്നം, അപ്പോൾ അത് കിട്ടി. ഇത് ഫിറ്റാക്കണം. ഇനി കാണുന്ന ലഗേജ് മൊത്തം കയറ്റുണ്ടോ. ഇതിൻ്റെ ഒരു മൊത്തം ഇച്ചൊരു വീഡിയോ നമുക്ക് ചെയ്യാണ്ട് നോക്കാം. നമുക്ക് കയ്യാൻ ചെയ്യാം. നാളെ രാവിലെ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങും. അതേമാതിരി അവനും പോവും. മനാഫ് ഒറ്റയ്ക്കാവുന്നതാണ്. അപ്പോൾ ഏതായാലും ഇത്ര പറഞ്ഞോണ്ടാ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കിടന്നുറങ്ങട്ടെ. രാവിലെ എണീറ്റ് പോകാനുള്ളതാണ്. നാളെ ഹൈദരാബാദ് പിടിക്കണം എന്നാണ് പ്ലാൻ. ബൈ.